ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ജില്ലാ നൈപുണ്യ സമിതി ഫെബ്രുവരിയിൽ കരിയർ ബോധമാസം നടത്തുന്ന നെക്സ്റ്റ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സെഷൻ ഇസ് അബൌട്ട് ഇൻഫർമേഷൻ ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് എന്റർപ്രണർഷിപ്പ്. ആൻഡ് ഇന്നത്തെ സ്പീക്കർ Pranav Prabhakar sir ആണ്. So and in he completed his schooling from Chinmaya Vidyalaya, Taliparamba, and he's graduated in CSC from IIT Madras. And his hobbies are gaming and photography. And he has worked as CTO in MyStay and also software engineer in LinkedIn. So I welcome you, sir, to the session. Hi, thanks, Veda. Thanks everyone. Hi, for sir. having me How here. are you doing? I'm doing well. Thank you. How are you? I'm good. Thank you. Sure. Yeah. We'll start on with it then. So, sir, ഇപ്പോ ചിന്മയ വിദ്യാലയയിലാണ് പഠിച്ചത്. അപ്പോ സാറിന് എന്തെങ്കിലും ഐഡിയ ഉണ്ടായിരുന്നോ അപ്പോ എഞ്ചിനീയറിംഗിനെ കുറിച്ച്, അതും സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിനെ കുറിച്ച്, IT വേൾഡിനെ കുറിച്ച് അങ്ങനെ ഒരു ഐഡിയ വരുന്ന സമയം എങ്ങനെയായിരുന്നു ആ ഒരു കരിയർ ചൂസ് ചെയ്യാനും അങ്ങോട്ട് പോകാനും ഉള്ളൊരു ഇതെന്തായിരുന്നു? So ഞാൻ എൻ്റെ സ്കൂളിംഗ് കംപ്ലീറ്റ് ചെയ്തത് ചിന്മയ വിദ്യാലയ തന്നെയായിരുന്നു. തളിപ്പറമ്പ് ചിന്മയ വിദ്യാലയ ടിൽ അറൌണ്ട് LKG തൊട്ട് 12th വരെ. Graduated in 2009. So ഇതിനിടയിലൊന്നും എക്സാക്ട്ലി കമ്പ്യൂട്ടർ സയൻസ് എന്താണെന്നൊന്നും എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ജനറലി എഞ്ചിനീയറിംഗ് എന്നുള്ള ഫീൽഡ് എല്ലാവരും പറയുന്നത് കേട്ടു. എനിക്ക് ലൈക്ക് either you can go for engineering or medicine after 12th. ഇങ്ങനത്തെ ഒരു ജനറൽ ഐഡിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അറ്റ്ലീസ്റ്റ് ഒരു 11th ഒക്കെ ആവുന്നത് വരെ. അതിനുശേഷം ഐ തിങ്ക് 11th ഒക്കെ ആവുമ്പം കുറച്ചുകൂടെ സീരിയസ് ആയി തുടങ്ങി. അതായത് എനിക്ക് മെഡിസിനോട് അത്ര ഇൻക്ലിനേഷൻ ഇല്ലായിരുന്നു. ബട്ട് സ്റ്റിൽ 11th 12th ഞാൻ ബയോളജി പ്ലസ് മാത്സ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നു. കമ്പ്യൂട്ടർ സയൻസ് ഒന്നും അപ്പോഴെന്താണെന്നൊന്നും അറിയില്ലായിരുന്നു. കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞൊരു കോഴ്സ് തന്നെ സ്കൂളിലൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് ജനറലി എനിക്ക് ചെറുപ്പം തൊട്ടേ കമ്പ്യൂട്ടേഴ്സിനോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. എനിക്കൊന്നൊരു 7th തൊട്ടാണ് ഞാൻ കമ്പ്യൂട്ടർ ആദ്യമായിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ മുതൽ പിന്നെ ജനറലി ഒരു ഇൻക്ലിനേഷൻ ഉണ്ടായിരുന്നു ടെക്നോളജി എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നതിലുള്ള. അപ്പൊ ഇന്റർനെറ്റ് ഒക്കെ വന്നതോടുകൂടി ലൈക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി അങ്ങ് മനസ്സിലായി തുടങ്ങി. ബട്ട് എന്താണ് കമ്പ്യൂട്ടർ സയൻസ്, എന്താണ് പ്രോഗ്രാമിംഗ്, ഇതൊന്നും എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഞാൻ 11th പഠിക്കുന്നത്. അപ്പോ അറൌണ്ട് 11th 12th കുറച്ചുകൂടി സീരിയസ് ആയി തുടങ്ങി. എന്തിനാണ് എഞ്ചിനീയറിംഗ് ഫോക്കസ് ചെയ്തിട്ട് ഞാൻ കോച്ചിങ്ങിന് പോയി തുടങ്ങി. ഇവിടെ കണ്ണൂരിൽ തന്നെയുള്ള കോച്ചിങ് സെന്ററിലാണ് പോയത്. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഈ IIT എന്ന് പറയുന്ന ക്യാമ്പസിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, യൂണിവേഴ്സിറ്റി ഉണ്ട് എന്നൊക്കെ അറിയുന്നത്. സോ ബാക്ക് ദെൻ മെഡിസിൻ വേണ്ടെന്ന് തീരുമാനിച്ചു. എനിക്ക് കുറച്ചുകൂടെ ഫോക്കസ് എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആണെന്നുണ്ട് തീരുമാനിച്ചു. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള സബ്ജക്ട്സ് ഒക്കെ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങി. സോ അപ്പോഴും അറൌണ്ട് 12th ഒക്കെ ആവുമ്പോഴും കുറച്ച് പഠിപ്പൊക്കെ കുറച്ചുകൂടി സീരിയസ് ആയി തുടങ്ങി. സ്റ്റിൽ ഐ വാസ് നോവെയർ ലൈക്ക് IIT ഒന്നും ക്രാക്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി എനിക്ക് ഉണ്ടായിരുന്നില്ല. സോ മൈ എയിം വാസ് ലൈക്ക് ഏതെങ്കിലും ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് ഏതെങ്കിലും ഒരു നല്ലൊരു യൂണിവേഴ്സിറ്റി എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാന്നുള്ളൊരു പ്ലാനിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. സോ എനിക്ക് കുറച്ചുകൂടെ റോബോട്ടിക്സ്, ഇലക്ട്രോണിക്സ് അതിലൊക്കെ കുറച്ചുകൂടെ ഇൻക്ലിനേഷൻ ആ ടൈമിൽ. ജനറലി എനിക്ക് അറിയില്ലായിരുന്നു എന്താണ് ഈ ഓരോ എഞ്ചിനീയറിംഗ് കോഴ്സസ് പഠിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയായിരുന്നു ഇതിന്, അഥവാ ഇതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്ട്ലി എന്തൊക്കെയാണ് സബ്ജക്ട്സ് പഠിക്കാനുണ്ടാവുന്ന ഒരു ഐഡിയ ഉണ്ടായിരുന്നത്. ബട്ട് ജനറലി ഈ ഇങ്ങനത്തെ റോബോട്ടിക്സ് എന്ന് പറഞ്ഞ കാര്യങ്ങളോടൊക്കെ എനിക്ക് ചെറിയൊരു താല്പര്യം ഉണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ട് വായിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോ 12th ഐ തിങ്ക് എക്സാം എഴുതി. I gave all the entrance exams. എനിക്ക് വലിയ റാങ്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. സോ nothing that I would get into really ഡീസൻ്റ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്ന റാങ്ക് ഒന്നും ഉണ്ടായിരുന്നില്ല.
പിന്നെ എനിക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലോ വെച്ചാല് ഞാനൊരു മെക്കാട്രോണിക്സ് എന്ന് പറഞ്ഞൊരു കോഴ്സിനെ പറ്റിയിട്ട് കേട്ടായിരുന്നു ആ ടൈമില്. അറൗണ്ട് ഒരു ശാസ്ത്ര യൂണിവേഴ്സിറ്റിയിൽ മെക്കാട്രോണിക്സ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. അവിടെ കുറച്ച് എനിക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്നുള്ളതുണ്ട്. മേ ബി അതിൽ നോക്കാന്ന് വിചാരിച്ചിട്ട് അതിന്റെ എക്സാം ഒക്കെ എഴുതിയായിരുന്നു. ബട്ട് അഗെയിൻ ഐ വാസന്റ് ഏബിൾ ടു ക്രാക്ക് ദാറ്റ് ആസ് വെൽ. So that's when I decided maybe I should drop an year. എവിടെയും പോയി IIT ഫോക്കസ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ റാങ്ക് കിട്ടാൻ, എഞ്ചിനീയറിംഗ് റാങ്ക് കിട്ടാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും പോയിട്ട് റിപ്പീറ്റ് ചെയ്താലോ എന്നുള്ള തോട്ട് വന്നത് അങ്ങനെയായിരുന്നു. So yeah, generally I didn't really have much of an understanding about what was the different courses in engineering altogether, let alone computer science. Okay. By the way, like, can few of you guys like turn on the video? It feels a bit odd talking to a bunch of names. Yeah. Okay. So Reza? feel free to turn on the video. Okay, so ipo ee engineering and medicine എന്നൊക്കെ പറയുമ്പോൾ it's like words that are thrown out for fun. ഇപ്പൊ എവിടെ നോക്കിയാലും എന്ത് കരിയറിന്റെ ഇതിനെ കുറിച്ച് പറയുമ്പോഴും അതിന്റെ എപ്പോഴും ഉള്ളൊരു ഓപ്ഷൻ ആണ് എഞ്ചിനീയറിംഗ് മെഡിസിൻ. അപ്പോ ഈ എഞ്ചിനീയറിംഗ് എന്ന പ്രൊഫഷന്റെ റെലവൻസ് എത്രത്തോളമാണ്, എങ്ങനെയാണ് എന്ന് സാർ എങ്ങനെയാണ് മനസ്സിലായത്? സാർ വർക്ക് ചെയ്ത് തുടർന്ന് ഇപ്പൊ സാറിന്റെ ആസ്പെക്ടില് അത് എങ്ങനെയാണ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുമെങ്കിൽ. ആൻഡ് ഓൾസോ ഇപ്പോ എഞ്ചിനീയറിംഗ് ആസ്പിരൻസ് ആയിട്ടുള്ള ഒരു കുട്ടികൾക്ക് എന്ത് മോട്ടിവേഷൻ ആണ് കൊടുക്കാൻ പറ്റുക എഞ്ചിനീയറിംഗിലോട്ട് പോകുമ്പോൾ? So generally എനിക്ക് തോന്നുന്നു like back when ഞാൻ സ്കൂൾ ചെയ്ത ടൈമിലും സ്കൂൾ ടു കോളേജ് ആ ടൈം ജോയിൻ ചെയ്ത ടൈമിലും ഇപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് മെഡിസിൻ എന്നുള്ള ഓപ്ഷൻ അല്ലാതെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഡയറക്റ്റ് എംപ്ലോയബിലിറ്റി എഫക്ട് ചെയ്യുന്ന ഒരുപാട് കോഴ്സസ് വന്നു തുടങ്ങി. ഈവൻ വിത്തിൻ സ്പെസിഫിക് എഞ്ചിനീയറിംഗ് സ്ട്രീമിലായാലും സ്പെഷ്യലൈസേഷൻ, sort of employment focused specializations ഉള്ള കോഴ്സസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നില്ല ഇപ്പം ഈ ഒരു എപ്പോഴും ആൾക്കാർ എഞ്ചിനീയറിംഗ് ഓർ മെഡിസിൻ എന്നുള്ള ഓപ്ഷൻ മാത്രമായിട്ടാണ് നിൽക്കുന്നത്. കാരണം പേഴ്സണലി എൻ്റെ നെറ്റ്വർക്കിലുള്ള ഒരുപാട് ആളുകൾ തന്നെ ജോബ് ഫോക്കസ്ഡ് ആയിട്ടുള്ള കോഴ്സസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സോ ജനറലി എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു ഫീൽഡിലേക്ക് പോകുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത് ഒരാൾക്ക് മെയിൻ ആയിട്ട് പെട്ടെന്ന് ചെക്ക് ചെയ്യാൻ പറ്റുന്നത് ആപ്റ്റിറ്റ്യൂഡ് ടുവേർഡ് പ്രോബ്ലം സോൾവിങ് ഉണ്ടോ എന്നുള്ളതാണ്. കാരണം ജനറലി എല്ലാ എഞ്ചിനീയറിംഗ് സ്ട്രീംസ് എടുത്തു കഴിഞ്ഞാലും പ്രോബ്ലം സോൾവിങ് ആണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കിൽ കമ്പയർഡ് ടു ഐ തിങ്ക് മെഡിസിൻ ഒക്കെ പോകുകയാണെങ്കിൽ ലൈക്ക് യു നീഡ് ടു ഹാവ് ദാറ്റ് എംപത്തി ടു ആക്ച്വലി ടോക്ക് ടു പീപ്പിൾ. ഇങ്ങനെ അസുഖമുള്ളവരൊക്കെ ആക്ച്വലി കെയർ ചെയ്യാനുള്ള ആ ഒരു മെന്റൽ കപ്പാസിറ്റി വേണം. ബട്ട് എഞ്ചിനീയറിംഗിൽ കുറച്ചുകൂടെ sort of mechanical, you could be driven just by understanding about കുറച്ചുകൂടെ ആ ഒരു എംപത്തറ്റിക് ആയിട്ടുള്ള സ്കില്ലൊന്നും വേണ്ട. റാദർ കുറച്ചുകൂടെ പ്രോബ്ലം സോൾവിങ് റിലേറ്റഡ് ആയിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് നല്ലൊരു ഫീൽഡ് ആയിരിക്കും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത്. ബട്ട് അഗൈൻ വിത്തിൻ ഇപ്പം കമ്പ്യൂട്ടർ സയൻസ് എടുത്ത് നോക്കിയാൽ തന്നെ യു ഡോണ്ട് ഹാവ് ടു ഗോ ഫോർ എഞ്ചിനീയറിംഗ്. കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജോലിക്ക് ആണ് നിങ്ങളുടെ ഒബ്ജക്റ്റീവ് എങ്കിൽ ഒരു കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് എന്നുള്ള ഒരു കോഴ്സ് ചെയ്യണമെന്നില്ല. റാദർ ഈവൻ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ഒരു ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള പല കോഴ്സുകളുണ്ട്. ഫോർ എക്സാമ്പിൾ വെബ് ഡെവലപ്മെന്റ് ആയിട്ടുള്ള ചില കോഴ്സസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈക്ക് ക്വിക്ലി യു കുഡ് ഗെറ്റ് ഇൻ ടു സം കമ്പനി വേർ which doesn't necessarily require you to like go through the 4 years of engineering. Yeah. Okay. So sir schooling കഴിഞ്ഞിട്ട് ഈ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് IIT മദ്രാസിൽ അത് സർ അതാണ് പഠിച്ചത്. അപ്പം ഈ CSE ഇപ്പോ വൺ ഓഫ് ദി മോസ്റ്റ് റെലവെന്റ് കോഴ്സസ് ആണ്. ഭയങ്കര സ്കോപ്പ് ഉള്ള ഒരു ഇതാണ് ഇൻ ദി IT ഫോം, ഇൻ ദി കോർപ്പറേറ്റ് വേൾഡ്. ആ ഒരു ഭാഗത്തോട്ട് ഭയങ്കരമായിട്ട് സ്കോപ്പ് ഉള്ള ഒരു സംഭവമാണ്. അപ്പൊ എങ്ങനെയായിരുന്നു IIT മദ്രാസിലേക്ക് എത്തിപ്പെടുന്ന ആ ഒരു
ഒരു ടൈം പീരീഡ് അതിന് വേണ്ടി പ്രിപ്പറേഷൻസ്, അതിന്റെ എക്സാംസ് എല്ലാം, അതിന്റെ പ്രിപ്പറേഷൻസ് എങ്ങനെയായിരുന്നു? ആൻഡ് എന്തൊക്കെ എഫേർട്ട് ആയിരുന്നു ഇതാക്കാം ഇടാൻ? സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് IIT എന്താണെന്നുള്ളതൊക്കെ ഒരു 11th അറിയുന്നത്. അപ്പം എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞ് IIT ഒന്നും എനിക്ക് റാങ്ക് ലിസ്റ്റ് തന്നെ വന്നു തോന്നുന്നില്ല ഫസ്റ്റ് ടൈം. സോ ഞാൻ ഒരു വർഷം ഡ്രോപ്പ് ചെയ്തു. അങ്ങനെ എന്തായാലും വേറെ ഒന്നുമില്ല, എനിക്ക് എക്സ്പെക്ട് ചെയ്തൊന്നും കിട്ടിയില്ല. എനിക്ക് വേറെ ഉണ്ടായിരുന്ന ഓപ്ഷൻ ഏതെങ്കിലും NITs അല്ലെങ്കിൽ AIEEE വെച്ചിട്ട് ഏതെങ്കിലും ഒരു നല്ലൊരു യൂണിവേഴ്സിറ്റി കിട്ടുക എന്നുള്ള, അതൊന്നും എനിക്ക് ഇനീഷ്യലി എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കോഴ്സ് ഒന്നും സെലക്ട് കിട്ടായിരുന്നില്ല. സോ അപ്പോഴാണ് ഞാൻ ഡിസൈഡ് ചെയ്തത് ഒരു വർഷം റിപ്പീറ്റ് ചെയ്യാം. സോ ഞാൻ പാലിൽ ബ്രില്യൻ്റ് എന്ന് പറഞ്ഞൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്തു. സോ ദിസ് വാസ് ബാക്ക് ഇൻ 2009. സോ അപ്പോൾ അഗൈൻ എനിക്ക് IIT എന്നുള്ളൊരു എയിം വെച്ചിട്ടായിരുന്നില്ല ഞാൻ പോയത്. ലൈക്ക് പറ്റുമെങ്കിൽ മേ ബി ഏതെങ്കിലും ഒരു NITs അല്ലെങ്കിൽ NIT ഇക്വലന്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി, ഇതൊക്കെയായിരുന്നു എയിം. സോ അവിടെ എത്തിക്കഴിഞ്ഞു എനിക്കൊന്നും ലൈക്ക് ജനറലി എനിക്ക് മോട്ടിവേഷൻ ഉണ്ടായത് അവിടുത്തെ ആ ഒരു പാലിയിൽ എത്തിക്കഴിഞ്ഞിട്ടാകുമ്പോ ഞാൻ ജോയിൻ ചെയ്ത ഹോസ്റ്റലും അവിടുത്തെ ജനറൽ എൻവയോൺമെന്റ് ആയിരുന്നു എനിക്കൊന്ന് മോട്ടിവേഷൻ ആയിരുന്നു പഠിക്കാൻ ഇതാക്കാനുണ്ട്. കാരണം അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ലൈക്ക് ദ എൻവയോൺമെന്റ് വാസ് ടോട്ടലി ഡിഫറെന്റ്. അത്രയും ഞാൻ 12th വരെ ഇങ്ങനെ വല്ലപ്പോഴും ഇങ്ങനെ എക്സാം ഒക്കെ തലേദിവസം പഠിച്ച് ഇതാക്കുന്ന അവസ്ഥയാണെങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഡെയിലി രാവിലെ എണീച്ച് പഠിക്കൽ തുടങ്ങും. ഒരു മോർണിംഗ് ഒരു 6 ആകുമ്പോൾ എണീച്ച് ഒരു 2 മണിക്കൂർ പഠിക്കും. എന്നിട്ട് ക്ലാസ്സിൽ പോകും. ക്ലാസ് അറൗണ്ട് 5 മണി വരെ ഉണ്ടാവും. ഒരു 3 ക്ലാസ്സസ് ഒക്കെ ഉണ്ടാവുക. സോ മേ ബി 2 ഫിസിക്സിന്റെ ക്ലാസ്, ഒരു മാത്സിന്റെ ക്ലാസ്, അങ്ങനെ 3 ക്ലാസ്. ഒരു ക്ലാസ് എന്ന് വെച്ചാൽ 2 hours ഒക്കെ ഉണ്ടാവും. അപ്പോൾ 5 മണി വരെ ക്ലാസ് കഴിഞ്ഞ് തിരിച്ച് ഹോസ്റ്റലിൽ വന്നതിന് ശേഷം എഗെയിൻ ഒരു 10 മണി വരെ പഠിക്കാം. സോ ജനറലി എല്ലാവരും പഠിക്കുന്നുണ്ടാവും. സോ നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, പഠിക്കാന്നുള്ള ഇതേ ഉള്ളൂ. സോ ഒരു വർഷത്തോളം ഇങ്ങനെ തന്നെയാണ്. ഓൾമോസ്റ്റ് എവറി ഡേ. ഇപ്പം ഞാൻ ഓർക്കുന്ന എനിക്ക് ഒരു വർഷം എന്താണെന്നൊരു ഓർമ്മയില്ല, എന്തൊക്കെ നടന്നതെന്നൊന്നും അറിയില്ല. എല്ലാ ദിവസവും ഒരുപോലെ തന്നെ. ബട്ട് ജനറലി ആ ഒരു എൻവയോൺമെന്റ് ആണ് എനിക്ക് തോന്നുന്നത് ലൈക്ക് ഐ വാസ് ഏബിൾ ടു crack these exams. So I would say in terms of എങ്ങനെയാണ് എന്തൊക്കെയാണ് പഠിച്ചതെന്ന് വെച്ചാൽ ഈവൻ 11th and 12th ആകുമ്പോൾ തന്നെ ഞാൻ NCERT കൂടാതെ ഈവൻ ജനറൽ ക്ലാസ്സിലത്തെ പഠിക്കുന്നതല്ലാതെ ഇന്റർനെറ്റ് വഴി ഒരുപാട് റിലവൻ്റ് ആയിട്ടുള്ള ഫിസിക്സിന്റെ ആണെങ്കിലും ഫിസിക്സ് റിലേറ്റഡ് ലെക്ചേഴ്സ് ഒക്കെ കാണുക. സോ അത് എനിക്ക് തോന്നുന്നു ഒരുപാട് ബെനിഫിഷ്യൽ ആയി. കാരണം ഈ JEE ടൈപ്പുള്ള എക്സാംസ് ഒക്കെ ക്രാക്ക് ചെയ്യണമെങ്കിൽ മോസ്റ്റ്ലി നിങ്ങൾക്ക് എന്താണ് വേണ്ടത് വെച്ചാൽ ഓരോ സബ്ജക്റ്റിന്റെ ഓരോ കോൺസെപ്റ്റ് ലെവലിൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. ഇപ്പോൾ ഫിസിക്സ് ആണെങ്കിൽ ഒരു കോൺസെപ്റ്റ് ആണെങ്കിൽ കമ്പയർ ടു ഒരു കേരള എഞ്ചിനീയറിംഗ് എക്സാം എന്ന് പറഞ്ഞാൽ കേരള എഞ്ചിനീയറിംഗ് എക്സാമിന് കുറച്ചുകൂടെ വേണ്ടത് എന്താണ് സ്പീഡും പിന്നെ കുറച്ച് സ്ട്രാറ്റജി ഒക്കെ. അതായത് ചില സ്ട്രാറ്റജി ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാം കേരള എഞ്ചിനീയറിംഗിന്. കാരണം മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ടാവും. ഈ ഓപ്ഷൻ എലിമിനേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ചില ഓപ്ഷൻസ് പെട്ടെന്ന് നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. അങ്ങനത്തെ തന്നെ അത് മാത്രം യൂസ് ചെയ്തിട്ട് പല ആൻസേഴ്സും നിങ്ങൾക്ക് ഈസിലി കണ്ടുപിടിക്കാം. ബട്ട് വെൻ ഇറ്റ് കംസ് ടു JEE എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് യു ഹാവ് ടു ഫോക്കസ് എ ലോട്ട് മോർ ഓൺ ദ conceptual level understanding. അത് ഓരോ സ്പെസിഫിക് കോൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു മെന്റൽ മോഡൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. സോ ആ ഒരു മെന്റൽ മോഡൽ വെച്ചിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാനാണ്. സോ അങ്ങനെ തന്നെ ഒരു കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തത് ഈ വീഡിയോ ലെക്ചേഴ്സ് ഒക്കെ ആയിരുന്നു. സോ ഫോർ എക്സാമ്പിൾ ഫിസിക്സിൽ ഞാൻ ഫോളോ ചെയ്തിരുന്ന ഒരു വീഡിയോ ലെക്ചർ ഉണ്ട്, ഒരു MIT പ്രൊഫസർ വോൾട്ടർ ലൂ എന്ന് പറഞ്ഞത്. പുള്ളിയുടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ലെക്ചേഴ്സ് ആണ്. അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ അത്
റെഫർ ചെയ്യാറുണ്ട്. സോ ഈവൻ +1 +2 എല്ലാ ടോപ്പിക്സും ഈ വാൾട്ടർ ലൂയിൻ ലെക്ചേഴ്സ് ഉണ്ടാവാറുണ്ട്. സോ ദാറ്റ് വാസ് വെരി ഹെൽപ്ഫുൾ. സോ along with that, again ഫിസിക്സ് ആയിരുന്നു ഞാൻ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുന്ന സബ്ജക്റ്റ് ആണ്. സോ NCERT, സോ ജനറലി ജെഇക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ NCERT ആണ് ബേസ് ആയിട്ട് നോക്കുക. സോ എല്ലാ ക്വസ്റ്റ്യൻസും NCERT തന്നെയായിരുന്നു നോക്കുക. സോ അലോങ് വിത്ത് ദാറ്റ് സപ്ലിമെന്റ് ചെയ്യാൻ കുറച്ച് എക്സ്ട്രാ ബുക്സ് ഒക്കെ യൂസ് ചെയ്യായിരുന്നു. ഫിസിക്സിൽ ഒരു എക്സിയോമയുടെ 2 വോള്യൂംസ് ഉണ്ട്. ഫിസിക്സ് അത് നല്ലൊരു റിസോഴ്സ് ആയിരുന്നു. പിന്നെ മാത്സിൽ ഒരു RD ശർമ്മ ഒരു മാത്സ് ബുക്ക് ഉണ്ട്. കെമിസ്ട്രിയിലും 2-3 relevant books. So in case I'm interested, maybe I'll drop off the names later. But yeah, generally, NCERT ഒരു thorough understanding ഉണ്ടായി കഴിഞ്ഞാൽ then you just have to supplement it with these additional resources. So yeah, so that's pretty much it. ഒരു വർഷം പാലയില് ആ ഒരു എൻവയോൺമെന്റിലുള്ള പഠിച്ചതൊക്കെയാണ് ഹെൽപ്പ് ചെയ്തത്. സർ, അപ്പോ ഒരു പ്രാവശ്യം നീ ജെഇ എഴുതി എന്നിട്ട് റിപ്പീറ്റിന് പോയി. ആ റിപ്പീറ്റിന് പോകാനുള്ള മോട്ടിവേഷൻ എന്തായിരുന്നു? ലൈക്ക് ഇപ്പൊ നമ്മൾ ഒരുപാട് കുട്ടികൾ എഴുതിയിട്ട് റിപ്പീറ്റിന് പോകാനുള്ള ഒരു അത്ര ഡെഡിക്കേഷൻ ഇല്ലാതെ മതിയാക്കുന്നുണ്ടല്ലോ. അപ്പൊ എന്തായിരുന്നു മോട്ടിവേഷൻ റിപ്പീറ്റ് ചെയ്യാനുള്ള? മോട്ടിവേഷൻ എന്ന് വെച്ചാൽ ലൈക്ക് ഞാൻ എനിക്ക് ചില കോഴ്സസ് ഇങ്ങനെ ഈ മെക്കാട്രോണിക് റിലേറ്റഡ് കോഴ്സ് അങ്ങനത്തെ എന്തെങ്കിലും കിട്ടണം എന്ന് എന്തായാലും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം പക്ഷേ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എന്തായാലും കിട്ടിയില്ല. എനിക്ക് അറിയാമായിരുന്നു റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലും ബെറ്റർ ആയിട്ട് എന്തായാലും കിട്ടും. സോ ഐ മീൻ ഇറ്റ് വോണ്ട് ഗോ ലൈക്ക് ഇപ്പം എനിക്ക് ഉള്ളതിനെക്കാട്ടി മോശമായിട്ട് പോകില്ല. അപ്പം ഒരു വർഷം എത്തിക്കഴിഞ്ഞാലും ലൈക്ക് ഇതിലും ബെറ്റർ ആയിട്ട് കിട്ടട്ടെ, അല്ലെങ്കിൽ ലൈക്ക് ഇമ്പ്രൂവ്മെന്റ് ഒന്നും ഇല്ലെങ്കിൽ ഇറ്റ്സ് ഫൈൻ. ബട്ട് ഇറ്റ്സ് വർത്ത് ടേക്കിംഗ് ദ റിസ്ക് എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ഫാമിലി എല്ലാവരും സപ്പോർട്ടായിരുന്നു റിപ്പീറ്റ് ചെയ്യാൻ പോകാൻ വേണ്ടിയിട്ട്. സോ ഓക്കെ. സോ സർ കണ്ണൂർ ആദ്യം പഠിച്ചു, ദെൻ യു വെന്റ് ടു ചെന്നൈ. സോ ഒരുപാട് എല്ലാ ബാക്ക്ഗ്രൗണ്ട്സിനും വരുന്ന കുട്ടികളുടെ കൂടെ പഠിച്ചിട്ടുണ്ടാവും. ഏതാണ്ട് എല്ലാ ബാക്ക്ഗ്രൗണ്ട്സും വരുന്ന ക്ലാസ്മേറ്റ്സിനൊക്കെ കിട്ടിയിട്ടുണ്ടാവും. സോ ഇപ്പോ IIT ആൻഡ് NITസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുടെ അടുത്ത് സാറിന് എന്താ പറയാനുള്ള? ഇഫ് എന്താ സാറ് പഠിക്കുമ്പോ ഇല്ലാത്ത സാറ് പഠിക്കുമ്പോ അറിയാത്ത കാര്യങ്ങൾ, ഐ വിഷ് ഇഫ് ഐ ന്യൂ ദാറ്റ് ബാക്ക് ദെൻ അത് ഞാൻ യൂസ് ചെയ്യായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടോ? സോ സ്പെസിഫിക്കലി ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആയതുകൊണ്ട് പറയാം. സോ ഞാൻ പ്രോഗ്രാമിംഗ് എന്താണെന്ന് അറിയുന്നത് അവിടെ കോളേജിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷമായിരുന്നു. കാരണം +1 +2 ഒക്കെ ഞാൻ കമ്പ്യൂട്ടർ ബയോളജി ഒക്കെയാണ് ചെയ്തത്. അപ്പോഴൊന്നും ഈ എസെൻഷ്യലി കോഡിങ് എന്താണെന്ന് അറിയില്ലായിരുന്നു. പിന്നെ ഞാൻ ഇടയ്ക്ക് ഒരു 10th ഒരു വിഷ്വൽ ബേസിക് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട്. അത് പഠിക്കാൻ വേണ്ടി ഇവിടെ തളിപ്പറമ്പ് തന്നെ ഒരു സ്ഥലത്ത് പോയിട്ട് കുറച്ച് കാലമൊക്കെ നിന്നായിരുന്നു. പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല എന്താണെന്നൊന്നും. അപ്പം അതൊക്കെ വിട്ട് ഞാൻ എന്തായാലും അപ്പം എക്സാക്ട്ലി പ്രോഗ്രാമിംഗ് എന്താണെന്നൊക്കെ ഞാൻ ഇവിടെ എത്തിയിട്ടായിരുന്നു അറിഞ്ഞത്. ബട്ട് ഞാൻ നോക്കിയപ്പോ ഒരു ഇത് കണ്ടത്, എന്റെ പേരും ജോയിൻ ചെയ്ത ഓൾമോസ്റ്റ് എല്ലാവരും either +1 +2 പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്തു, ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ ചെയ്തു വന്നവരാണ്. സോ ജനറലി അവർക്കൊക്കെ നല്ലൊരു ഇനീഷ്യൽ സ്റ്റേജിൽ അതൊരു നല്ലൊരു ബോണസ് ആയിരുന്നു. സോ they could quickly score well in the computer related course in the first and second. സോ ഞാൻ ഒരു ഇത് അഡ്വൈസ് ഉണ്ടാകുന്ന വെച്ചാൽ ലൈക്ക് ഇഫ് യു ആർ പ്ലാനിങ് ടു ഗോ ഇൻ ടു, എനിക്ക് തോന്നുന്നു ലൈക്ക് ഇത് നോട്ട് സ്പെസിഫിക് ടു എനി കമ്പ്യൂട്ടർ സയൻസ് തന്നെയാണെന്നില്ല, ഏത് എഞ്ചിനീയറിംഗ് കോഴ്സ് ആണെങ്കിലും ഇപ്പം ഐ തിങ്ക് യു വിൽ ഹാവ് ടു ഹാവ് സം സോർട്ട് ഓഫ് ബാക്ക്ഗ്രൗണ്ട് ഇൻ കോഡിങ്. അപ്പം +1 +2 നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് ആണ് എഞ്ചിനീയറിംഗ് ആണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ബയോളജി എടുക്കാതെ rather go for computer science in your 11th and 12th. കാരണം അത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. അതെന്താ എനിക്ക് പ്രത്യേകിച്ച് അവിടെ എന്താണ് IIT മദ്രാസിൽ ജോയിൻ ചെയ്തിട്ടാകുമ്പം ഇവിടുന്ന് പോകും ആ പാലയിലുള്ള ഒരു വർഷം ആക്ച്വലി ഹെൽപ്പ് ചെയ്തു. ഞാനിപ്പം സ്കൂളിൽ നിന്ന് തന്നെ പഠിച്ച് ഡയറക്റ്റ് IIT ജോയിൻ ചെയ്താണെങ്കിൽ ഒരുമാതിരി അവസ്ഥയായിരുന്നു. ബട്ട്
ഞാൻ പാലയിൽ പോയിട്ട് അവിടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായി. അവിടുത്തെ തന്നെ IIT-യിൽ എൻ്റെ കൂടെ ജോയിൻ ചെയ്തത് ഒരുപാട് അവിടെ നിന്നുള്ള ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. സോ അത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു. ബട്ട് yeah, I mean, this is something that I would focus, like even ഞാൻ ഇപ്പം എനിക്ക് അറിയുന്ന സ്റ്റുഡൻസിനോടൊക്കെ ഇതാണ് പറഞ്ഞത്. സോ കമ്പ്യൂട്ടർ സയൻസ് ആണ് ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ആണ് ഫോക്കസ് ചെയ്യുന്നത് എങ്കിൽ try to pick up some sort of background in actually writing code. And it's a lot easier now. ഇപ്പം എന്താണ് പണ്ടത്തെ പോലെ ആയിരുന്നില്ല. പണ്ട് ഇതിനൊന്നും റിസോഴ്സസ് ഉണ്ടായിരുന്നില്ല. എനിക്കിപ്പം ഇൻട്രസ്റ്റഡ് ആണെങ്കിലും എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല എങ്ങനെയാണ് പേഴ്സ്യൂ ചെയ്യേണ്ടത്. ഇവിടെ ചില കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ ഉണ്ട് ഇങ്ങനെ എന്താണ് പ്രോഗ്രാം പഠിപ്പിക്കുന്നതൊക്കെ. ബട്ട് എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ അത് അവിടെ പോയായിരുന്നു. ബട്ട് ജനറലി എനിക്ക് അത് കുറച്ചുകൂടെ മെക്കാനിക്കൽ ആയിട്ടാണ് തോന്നിയത്. അതായത് അവർക്കൊരു സെറ്റ് ഓഫ് ഒരു കോഴ്സ് മെറ്റീരിയൽസ് ഉണ്ട്, അതിലേക്കൂടെ ഇങ്ങനെ ഓടിച്ചു പോവുക. അല്ലാണ്ട് കൺസെപ്ച്വലി എന്താണ് പ്രോഗ്രാമിംഗിൽ നടക്കുന്നത്, വാട്ട് ഹാപ്പൻസ് വെൻ യു ആർ ആക്ച്വലി റൈറ്റിംഗ് കോഡ്, ആ ഒരു കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഒന്നും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. സോ ബട്ട് ഇപ്പോഴങ്ങനെയല്ല. ഇപ്പം യു ഹാവ് ലൈക്ക് ലോട്ട് ഓഫ് ഓൺലൈൻ കോഴ്സസ് which will like even like entire computer science degree you can do online for free. Yeah, I quite understand you because I am a future programmer. I'm studying programming now. So ഞാനും 11th and 12th biology ആണ് പഠിച്ചത്. And suddenly degree എത്തുമ്പോൾ I went for BCA and now I can feel that. So the next one is ഇപ്പോ കണ്ണൂർ പോലത്തെ ഒരു സ്ഥലത്ത് പഠിച്ചിട്ട് ചെന്നൈയിലോട്ട് മാറുമ്പോ ലൈക് ദാറ്റ് ഈസ് എ ഹ്യൂജ് ഡിഫറൻസ്. കണ്ണൂരിനെക്കാളും വലിയൊരു സിറ്റിയാണ് അത് ചെന്നൈ എന്ന് പറയുമ്പോൾ. ഇങ്ങനെ ഒരു ടൗണിൽ നിന്ന് ചെന്നൈയിലേക്ക് മാറുമ്പോ കംഫർട്ടബിൾ ആയിരുന്നു അല്ല? അത് കുറച്ച് യൂസ് ടു ആവാൻ എത്ര ടൈം എടുത്തു? എനിക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു വർഷം പാലയിൽ ഉണ്ടായിരുന്നു. സോ ജനറലി അവിടുത്തെ അറ്റ്മോസ്ഫിയറിന് അവിടുത്തെ ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഞാൻ കോളേജിൽ ഇവിടെ ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നു. അപ്പം അത് മാത്രമല്ല, ലൈക്ക് സോ IIT എന്ന് പറയുന്ന ഒരു വലിയൊരു ക്യാമ്പസ് ആണ്. സോ യു ഡോണ്ട് ഫീൽ ലൈക്ക് യു ആർ ഇൻ എ സിറ്റി വെൻ യു ആർ ഇൻ എ സിറ്റി. അതൊരു സിറ്റിയെ ഇങ്ങനെ ആ ഒരു ക്യാമ്പസിന്റെ സിറ്റിനെ ഷീൽഡ് ചെയ്തിട്ടായിരുന്നു. കാരണം നിങ്ങൾ സിറ്റി ആയിട്ട് ഒരുപാട് ഇങ്ങനെ യു ഡോണ്ട് ഹാവ് ടു ഗോ ഔട്ട്സൈഡ് ടു ഡു എനിത്തിങ്. ഒരു ചെറിയൊരു ടൗൺ ഉള്ളിൽ ഒരു ചെറിയൊരു കുറച്ച് സ്റ്റുഡൻസ് ഒക്കെ ഉള്ള ഒരു ക്യാമ്പസ് ആണ്. അതിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. സോ ആ ഒരു ട്രാൻസിഷൻ ഭയങ്കര ഗ്രാജുവൽ ആണ്. നമ്മൾ പുറത്തൊക്കെ ഇറങ്ങാൻ തുടങ്ങിയത് കുറച്ചൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു. അപ്പോഴും ഇങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ ഉള്ളത് കൊണ്ട് ഇറ്റ് ഡസന്റ് ഫീൽ ലൈക്ക് ആ ഒരു ട്രാൻസിഷൻ വലിയൊരു ചേഞ്ച് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഞാനിപ്പോ അവിടെ ഫ്രണ്ട്സ് ഒന്നും അവിടെ പോകുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ മേ ബി കുഡ് ഹാവ് ബീൻ. ബട്ട് എന്റെ ഹോസ്റ്റലിൽ തന്നെ ഞാൻ ഒരുമിച്ച് പാലിൽ എൻ്റെ കൂടെ പഠിച്ച കുറെ ഫ്രണ്ട്സ് ഒക്കെ ഒരുമിച്ചിട്ടായിരുന്നു. ഓക്കെ. ഇപ്പോ IITs ആൻഡ് NITs എന്ന് പറഞ്ഞാൽ അത്ര അതിന്റെ എക്സാംസ് ക്രാക്ക് ചെയ്യണമെങ്കിൽ അത്ര ഡെഡിക്കേഷൻ ഇട്ട് പഠിക്കേണ്ട ഒരു സംഭവമാണ്. ലൈക് JEE means everything like that. അപ്പൊ അതൊക്കെ കുറെ സ്റ്റുഡൻസിന് ഹാർഡ് ടാസ്ക് ആണ് അതൊക്കെ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഇപ്പോ അത് കംപ്ലീറ്റ് ചെയ്യുന്ന കുറെ സ്റ്റുഡൻസിന് ഒരുപാട് സൈഡിൽ നിന്ന് പ്രഷേഴ്സ് വരുന്നുണ്ട്. പാരന്റ്സ്, ടീച്ചേഴ്സ്, അല്ലെങ്കിൽ സെൽഫായിട്ട് എനിക്കത് ക്രാക്ക് ചെയ്യണം, അങ്ങനത്തെ കുറെ പ്രഷേഴ്സ് വരുന്നുണ്ട്. അപ്പം അങ്ങനെ പ്രഷറൈസ് ചെയ്ത് പഠിക്കുന്ന കുട്ടികളോട് എന്താ പറയാനുള്ളത്? സോ എക്സാക്ട്ലി പ്രഷർ എന്താന്ന് പറയുന്നത് മോസ്റ്റ്ലി ഒന്ന് നമ്മളുടെ മോട്ടിവേഷൻ എന്താണെന്ന് അനുസരിച്ചിരിക്കും. അതായത് എനിക്കിപ്പം ഇനീഷ്യലി അത്ര പ്രഷർ ഉണ്ടായിരുന്നില്ല, ബിക്കോസ് എന്റെ എയിം IIT ഒരു എയിം ആയിരുന്നില്ല. സോ ലൈക്ക് ഞാൻ അവിടെ പോയി കഴിഞ്ഞപ്പോ എനിക്ക് ഞാൻ ഇതിന് ചെയ്തതിനെക്കാട്ടിയും ഐ വാണ്ടഡ് ടു ഗെറ്റ് ബെറ്റർ, അതായിരുന്നു എയിം. സോ മേ ബി ബിക്കോസ് ഓഫ് ദാറ്റ് ഇതൊരു നല്ലൊരു അഡ്വൈസ് ആണെന്ന് എനിക്കറിയില്ല. ബട്ട് അതുകൊണ്ട് എനിക്ക് ഒരുപാട് പ്രഷർ ഉണ്ടായിരുന്നില്ല. സോ ജനറലി ക്രാക്ക് ചെയ്യുന്നതിനൊക്കെ. ബട്ട് ഇപ്പൊ പാലയിലത്തെ ഒരു ടീച്ചിങ് ഒരു ജനറൽ സ്ട്രക്ചർ എന്താന്ന് വെച്ചാൽ എവറി വീക്ക് ഒരു എക്സാം ഉണ്ടാവും. സോ ആ എക്സാമിൽ വിച്ച് വിൽ ബി സിമിലർ ടു എന്താണ് എൻട്രൻസ് എക്സാം പോലത്തെ ഇതായിട്ടുള്ള എക്സാം ഉണ്ടാവും. ആ ആഴ്ചയിൽ പഠിപ്പിച്ച കാര്യങ്ങൾ
ജനറലി എക്സാംസിൽ കൺസിസ്റ്റന്റ് ആയിട്ടൊരു നല്ല റാങ്ക് ഒക്കെ എനിക്ക് വരുമായിരുന്നു. അങ്ങനെ സ്ലോലി ഇംപ്രൂവ് ആവുന്ന റാങ്ക് ഒക്കെ ഉണ്ടായിരുന്നു. സോ ഈ ഒരു ചെറിയ ചെറിയ വിൻസ് ഒക്കെ ആക്ച്വലി സെലിബ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ലൈക്ക് ഐ ഡോണ്ട് റിയലി ഗെറ്റ് ദാറ്റ് മച്ച് ഓഫ് എ പ്രഷർ ദാറ്റ് പിന്നെ ഇതന്നെ ലൈക്ക് മെയിൻ ആയിട്ടുള്ളത് എൻ്റെ ആ ഒരു എയിം എന്ന് വെച്ചാൽ ലൈക്ക് വാസ് ഗെറ്റ് ബെറ്റർ ദാൻ ഹൗ which I got in the first try. So yeah, so that I was pretty sure. ഓക്കെ, സോ IIT മദ്രാസിലുള്ള ലൈഫ് എങ്ങനെയായിരുന്നു? അത് ലൈക്ക് ഫണ്ണായിരുന്നു? അത് അവിടുത്തെ ഇവിടുത്തെ കൾച്ചറൽ ഫെസ്റ്റിവൽ അങ്ങനത്തെ ഒന്നും അല്ലല്ലോ അവിടെ ഉണ്ടാവുക, സ്ലൈറ്റ് ഡിഫറൻസ് ഫ്രം ഹിയർ. അപ്പോ അവിടുത്തെ ഇത് കൾച്ചറൽ സാധനങ്ങൾ, പ്രോഗ്രാംസ്, പിന്നെ അവിടുത്തെ അങ്ങനത്തെ അപ്പൊ ഇവിടുത്തെയും അവിടുത്തെ അങ്ങനെ ഡിഫറൻസസ് ഒക്കെ എങ്ങനെയാ അത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ വേഗം? Yeah, it was insane fun. So 5 വർഷം ഞാൻ അവിടെ ഡുവൽ ഡിഗ്രി ആണ് ചെയ്യുന്നത്. സോ 4 year BTech plus 1 year ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ഡിഗ്രി, ഡുവൽ ഡിഗ്രി. സോ 5 വർഷം നല്ല അടിപൊളി ഫണ്ണായിരുന്നു അവിടെ. സോ ജനറലി യുനോ പ്രഷർ ഉണ്ട്, അക്കാഡമിക് പ്രഷറും ഉണ്ടായിരുന്നു. കാരണം നമ്മളുടെ സ്കൂള് വരെ ഉണ്ടായിരുന്ന പോലെ അവിടുത്തെ ഗ്രേഡിംഗ് സിസ്റ്റം ഒക്കെ ഡിഫറെന്റ് ആണ്. അപ്പം നമ്മൾ നോക്കുന്നത് ഇപ്പൊ സ്കൂളിലൊക്കെ നമുക്ക് ആബ്സല്യൂട്ട് ഗ്രേഡിംഗ് അല്ല. അതായത് 90+ ആണെങ്കിൽ എ ഗ്രേഡ് ആയിരിക്കും, 80 to 90 ആണെങ്കിൽ അങ്ങനെ A+, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ല. അവിടെയാണെങ്കിൽ റിലേറ്റീവ് ഗ്രേഡിംഗ് ആയിരുന്നു. അപ്പം ഇതാണ് ഇങ്ങനെ ടോപ്പ് ഇത്രയുള്ള സ്റ്റുഡൻസിന് ഇത്ര മാർക്കുള്ളവർക്ക് ഒരു എസ് ഗ്രേഡ് ആയിരിക്കും. അതിൽ നിന്ന് ആ ഒരു ടോപ്പ് മാർക്കിൽ ഇത്ര പെർസെൻറ്റേജ് ആൾക്കാർക്ക് എ ഗ്രേഡ് ആയിരിക്കും. അങ്ങനെയാണ് ഗ്രേഡിംഗ് നടത്തുന്നത്. അപ്പോൾ നിങ്ങളുടെ പിയേഴ്സുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് യൂഷ്വലി ഗ്രേഡ് ചെയ്യുന്നത്. അപ്പൊ അത് കുറച്ചൊരു പ്രഷർ ആയിട്ടുള്ള കുറച്ചുകൂടെ ഇന്റൻസ് ആയിരുന്നു ആ ഒരു ഗ്രേഡിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ബട്ട് ജനറലി ആ ഒരു അക്കാഡമിക് പ്രഷർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ജനറലി നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ടു പെർസ്യൂ വാട്ട് എവർ ദാറ്റ് യു വാണ്ട് ടു ഡു. അപ്പം എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള കുറച്ച് ഏരിയാസ് ഉണ്ടായിരുന്നു. സോ അത് എനിക്ക് ആക്ച്വലി എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എക്സ്പോഷർ അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, അക്കാഡമിക്സിന്റെ കൂടെ തന്നെ ഹോബീസ് കൊണ്ടുപോകാനുള്ള ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു. എക്സാക്ട്ലി. സോ ഫോർ എക്സാമ്പിൾ എനിക്ക് ഫോട്ടോഗ്രാഫി ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പം IIT-യിലത്തെ ജനറലി ഈ ഫെസ്റ്റിവൽസ് ഒക്കെ എങ്ങനെയാന്ന് വെച്ചാൽ എല്ലാം സ്റ്റുഡന്റ് റൺ ആണ്. അതായത് സ്റ്റുഡൻസ് തന്നെയാണ് ലൈക്ക് എൻഡ് ടു എൻഡ് ഫെസ്റ്റിവൽസ് ഒക്കെ റൺ ചെയ്യുന്നത്. സോ നമ്മൾ കൾച്ചറൽ ഫെസ്റ്റിവൽസ് ഉണ്ട്, ടെക്നിക്കൽ ഫെസ്റ്റിവൽസ് ഉണ്ട്. ഇതിന്റെയൊക്കെ എൻഡ് ടു എൻഡ് എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് ഇതിന് നമ്മൾ തന്നെ ഫണ്ടിങ് കണ്ടുപിടിക്കണം, സ്പോൺസർഷിപ്സ് കണ്ടുപിടിക്കണം, ഇവന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യണം. ഇതൊരു ഒരു വർഷത്തെ പ്ലാനിങ് ആണ്. ലൈക്ക് 1 year വി പ്ലാൻ ഫോർ ദിസ്. സോ അപ്പം ഇതുകൊണ്ട് തന്നെ ഈ ഫെസ്റ്റിവൽസ് റൺ ചെയ്യുന്ന സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഈ ഒരു ഫെസ്റ്റിവൽ റിലേറ്റഡ് ആയിട്ടുള്ള ഏതിലെങ്കിലും നിങ്ങൾക്ക് അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ ഫോട്ടോഗ്രാഫി ഇൻട്രസ്റ്റഡ് ആയതുകൊണ്ട് നമുക്ക് ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയിട്ടുള്ള ഇവന്റ്സും അല്ലെങ്കിൽ വർക്ക് ഒക്കെ ഉണ്ട്. അതായത് ഈ ഫെസ്റ്റിവൽസിനൊക്കെ ഫോട്ടോസ് എടുക്കുന്ന വോളണ്ടിയേഴ്സ് ഒക്കെ. അപ്പൊ ഞാൻ ഫസ്റ്റ് ഇയർ തന്നെ എനിക്ക് ആ ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റി. കോളേജിൽ തന്നെ ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള കുറെ ആളെ കണ്ടുപിടിച്ചു. അപ്പം അത് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ പിന്നെ വീക്കെൻഡ്സ് ഒക്കെ ഫോട്ടോ വാക്സ് ഒക്കെ നടത്തും. അങ്ങനെ സോ ജനറലി ഏതൊരാൾക്കും എന്ത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും അത് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു അവന്യൂ കോളേജിൽ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോ സർ യു ഹാവ് ചോസൺ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്. അപ്പോ അതിനകത്ത് ഒരുപാട് എഞ്ചിനീയറിംഗിന് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടല്ലോ, കമ്പ്യൂട്ടർ സയൻസ്, മെക്കാനിക്സ്, അങ്ങനെ ഒരുപാട് ഉണ്ടല്ലോ. അപ്പോ ഓരോ ബ്രാഞ്ച് ചൂസ് ചെയ്യുമ്പോൾ ഒരു കുട്ടി മൈൻഡിൽ വെക്കേണ്ട കാര്യം എന്താ? സോ അഗൈൻ എഞ്ചിനീയറിംഗ് ഞാൻ പറഞ്ഞത് ആപ്റ്റിറ്റ്യൂഡ്, ഒരു പ്രോബ്ലം സോൾവിങ് ആപ്റ്റിറ്റ്യൂഡ് എന്നുണ്ടെങ്കിൽ ആണ് കുറച്ചുകൂടെ എഞ്ചിനീയറിംഗ് ഫോക്കസ്ഡ് ആയിട്ടുള്ള കരിയർ ചൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കുന്നത്.
ജനറലി ചോദിക്കുന്നതാണെങ്കിൽ അതായത് ഏത് കോഴ്സ് എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലതുണ്ട്. സോ ഇറ്റ്സ് ഡിപ്പെൻഡന്റ് ഓൺ ക്വൈറ്റ് എ ലോട്ട് ഓഫ് തിങ്സ്. ഒന്ന്, നിങ്ങൾക്ക് കരിയർ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ചോയ്സ് എടുക്കാം. അതായത് ഏതാണ് ഇപ്പം ഓരോ ഐ തിങ്ക് ഓരോ ഫേസസിലും ബാക്ക് ദെൻ ഞങ്ങൾ 2005 ആ ടൈമിലൊക്കെ ആണെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നായിരുന്നു ഒരുപാട് പൊട്ടൻഷ്യൽ എന്നുള്ളത്. ഇലക്ട്രിക്കൽ റിലേറ്റഡ് എഞ്ചിനീയറിംഗ് വർക്ക് ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു. ഇപ്പം നോക്കുകയാണെങ്കിൽ ലൈക്ക് യു വിൽ ഫൈൻഡ് എ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ കമ്പ്യൂട്ടർ സയൻസ്. ഇനിയിപ്പം ലൈക്ക് മേ ബി യു ഗോയിങ് ഡൗൺ ഒരു 5-10 years ഡൗൺ ബയോമെഡിക്കൽ ഓർ ബയോടെക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്. സോ ജനറലി നോക്കുന്നതാണെങ്കിൽ ലൈക്ക് യു വുഡ് ഞാൻ പണ്ട് നോക്കിയിരുന്നത് ഒന്ന് താഴ്ന്നു കരിയർ റിലേറ്റഡ് ആയിട്ട് എങ്ങനെയാണ് ഇതിന്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്. പിന്നെയുള്ളത് ഞാൻ ഒരു ഡേ ടു ഡേ ഒരു ഇപ്പം യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ കരിയറിലും ഉള്ള ആൾക്കാരുടെ ഡേ ടു ഡേ ലൈഫ് എന്തായിരിക്കും എന്നുള്ളതിന്റെ ഒക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. സോ ഞാൻ ആക്ച്വലി ഇങ്ങനെ നോക്കിയിട്ട് ഇത് ഞാൻ എൻജോയ് ചെയ്യോ, അല്ലെങ്കിൽ ഈ കരിയർ എടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം എങ്ങനെയായിരിക്കും എന്നുള്ള ഓരോരോ കരിയർ പാത്തിൽ പോയി കഴിഞ്ഞാൽ ആ സമയത്ത് ഞാൻ തന്നെ എൻജോയ് ചെയ്യാന്നുള്ളൊരു അനാലിസിസ് നടത്തുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ഡിറ്റർമൈൻ ചെയ്യാം ഏതാണ് പ്രോസസ്സ് വേണ്ടതെന്നുള്ളത്. അഗൈൻ ലൈക്ക് ഇത് വുഡ് സ്റ്റുഡൻസ് തന്നെ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ട് ഇത് കണ്ടുപിടിക്കുന്നുണ്ട്. കാരണം വേറൊരാളിത് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. സോ വി ഹാവ് ടു ഫിഗർ ഔട്ട് വാട്ട് ആർ ദ പ്രോസ് ആൻഡ് കോൺസ് ഓഫ് ഈച്ച് ഓഫ് ദീസ് കോഴ്സസ് ആൻഡ് ദെൻ ടേക്ക് എ ഡിസിഷൻ. ബട്ട് വേറൊരു പോയിന്റ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില യൂണിവേഴ്സിറ്റീസ് ഒക്കെ, ഫോർ എക്സാമ്പിൾ ഈവൻ IIT-ലൊക്കെ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ടാകുമ്പോൾ യു ക്യാൻ സ്വിച്ച് ബ്രാഞ്ചസ്. സോ എനിക്ക് ഏതൊക്കെ യൂണിവേഴ്സിറ്റി അത് അലൗ ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല. ബട്ട് ജനറലി ഇവിടെയൊക്കെ IITs-ൽ അലൗ ചെയ്യുന്നുണ്ട്. NITs-ലും എനിക്ക് തോന്നുന്നുണ്ട്. ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ടാകുമ്പോൾ ഇഫ് യു വോണ്ട് ടു സ്വിച്ച് ടു സം അതർ ബ്രാഞ്ച് യു ക്യാൻ ഡു ദാറ്റ്. ഇറ്റ്സ് എനിക്കൊന്ന് ലൈക്ക് ചില ബ്രാഞ്ചിലേക്ക് സ്വിച്ച് ചെയ്യാൻ സ്പെസിഫിക് ഗ്രേഡ് ഒക്കെ കിട്ടണമെന്നുണ്ട്. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് ഫീസിബിൾ. ഓക്കെ. സോ ഇപ്പൊ IT വേൾഡില് എല്ലാ സംഭവം ഇങ്ങനെ IT വേൾഡ് ഇസ് കംപ്ലീറ്റ്ലി ഇൻക്രീസിങ് നൗ ഡേയ്സ്. അപ്പോ ഒരു കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൽ കരിയർ പെർസ്യൂ ചെയ്യുന്ന ഒരു സ്റ്റുഡന്റിന് എന്തൊക്കെ സാർ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഇപ്പോ എന്തൊക്കെ ബ്രാഞ്ചസ് ആണ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിൽ തന്നെ ഉള്ളത്? അതിനകത്ത് തന്നെ ഡിഫറെന്റ് ബ്രാഞ്ചസ് ഉണ്ടാകുന്ന എന്തൊക്കെ ബ്രാഞ്ചസ് ആണ് ഉണ്ടാവുക? ആൻഡ് ഈ CSC എടുത്ത് ജോയിൻ ചെയ്യുമ്പോൾ ആൻഡ് അതിനകത്ത് ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുമ്പോൾ ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ അതൊക്കെ ചെയ്യുന്ന സമയം ഒരു കുട്ടി എന്തൊക്കെ ആലോചിക്കണം? വലിയൊരു ക്വസ്റ്റ്യൻ. സോ സേ ഇപ്പം എന്താണ് കരിയർ ഫോക്കസ്ഡ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് കോഴ്സ് കമ്പ്യൂട്ടർ സയൻസ് ജനറിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസ് കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ സോ നിങ്ങൾക്ക് ഒരു സെക്കൻഡ്, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ വരെ പഠിക്കാനുണ്ടാവുന്ന വെച്ചാൽ മോസ്റ്റ്ലി കമ്പ്യൂട്ടർ സയൻസ് ഫണ്ടമെന്റൽസ് ആണ്. സോ ഈ ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് കമ്പ്യൂട്ടർ സയൻസിൽ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ള സ്പെഷ്യലൈസേഷനിലേക്ക് ക്വിക്ലി ഷിഫ്റ്റ് ചെയ്യാം. എനിക്കൊന്നും എന്താണ് ബാക്കിയുള്ള എഞ്ചിനീയറിംഗ് കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ്സ് നോട്ട് റിയലി പോസിബിൾ. സോ ഈ കമ്പ്യൂട്ടർ സയൻസ് ചില 3-4 ഫണ്ടമെന്റൽസ് ഉണ്ട്. ഒന്ന് ഡാറ്റ സ്ട്രക്ചേഴ്സ്, അൽഗോരിതംസ്, പിന്നെ സോഫ്റ്റ്വെയർ, ജനറൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്, കമ്പൈലേഴ്സ്. സോ ഇങ്ങനത്തെ ഒരു കുറച്ച് ഫണ്ടമെന്റൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ ക്വിക്ലി സ്വിച്ച് ബിറ്റ്വീൻ ഡിഫറെന്റ് സ്പെഷ്യലൈസേഷൻ. സോ ഇപ്പം നാളെ എനിക്ക് വേണമെങ്കിൽ AI റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഡിസ്ക്രീറ്റ് മാത്തിലും എനിക്ക് പ്രോബബിലിറ്റിയിലൊക്കെ കുറച്ച് ബെറ്റർ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്, ഫണ്ടമെന്റൽസ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഉണ്ടായാൽ മതി. സോ ദാറ്റ്സ് വൺ വേ ടു മേക്ക് ഷുവർ ദാറ്റ് യു ഹാവ് എനഫ് ഓപ്പർച്യൂണിറ്റീസ്. നിങ്ങൾ ഗ്രാജുവേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് മറ്റുള്ള ഓപ്പർച്യൂണിറ്റീസിലേക്ക് ഫോക്കസ് ചെയ്യാനുള്ള ഇതുണ്ട് എന്നുള്ളത് ഈ ഒരു ഫണ്ടമെന്റൽ വെച്ചിട്ട്. പിന്നെ ഇപ്പോൾ ഉള്ളത് ലൈക്ക് ജനറലി നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ ഒന്ന് ഈ AI ആൻഡ് മെഷീൻ ലേണിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് ഒരുപാട് ഉണ്ട്. ആഫ്റ്റർ ഗ്രാജുവേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ഈവൻ സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റുന്നത്.
ഒരുപാട് അത് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസും വരുന്നു. സിമിലർലി വേറൊരു ഫീൽഡാണ് ഹ്യൂമൻ കമ്പ്യൂട്ടർ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ജനറലി ബിൽഡിംഗ് സിസ്റ്റംസ് ഓർ ഇന്റർഫേസസ് വിച്ച് ഇന്ററാക്ട് വിത്ത് കമ്പ്യൂട്ടേഴ്സ്. സോ അതൊരു പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. പിന്നെയുള്ളതെന്ന് വെച്ചാൽ ലൈക്ക് ജനറലി നിങ്ങൾക്ക് ഏതൊരു ഡൊമൈൻ എടുത്തു കഴിഞ്ഞാലും ടെക്നോളജി ട്രാൻസ്ഫോർമേഷൻ ദാറ്റ് ഇസ് ഹാപ്പനിങ്. സോ എല്ലാ ഡൊമൈനും ഇപ്പം കുറച്ചുകൂടെ they're transforming themselves into being a lot more technology driven. അതായത് ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടിംഗ് സിസ്റ്റംസ് ഒക്കെ അവരുടെ ഇതിൽ കൊണ്ടുവന്നിട്ട് കുറച്ച് ഒരുപാട് എഫിഷ്യന്റ് ആവാൻ എല്ലാ ഡൊമൈൻസും നോക്കുന്നു. സോ ഇറ്റ് മേക്സ് സെൻസ് ടു even people who are from other domains to pick up something like software engineering and switch to something more സ്പെഷ്യലൈസ്ഡ്. അതുപോലെ ചിലപ്പം കെമിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച ഒരാള് പ്രോഗ്രാമിംഗ് കൂടെ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു കെമിക്കൽ എഞ്ചിനീയറിംഗ് പ്ലസ് പ്രോഗ്രാമിംഗ് ആയിട്ടുള്ള ഒരുപാട് കരിയർ ഓപ്പർച്യൂണിറ്റീസ് വന്നു തുടങ്ങുക. മ്യൂട്ടഡ് ആണ്. ഓക്കെ സർ, ലിങ്ക്ഡിനിൽ വർക്ക് ചെയ്തിട്ടുണ്ട് and you are an entrepreneur and one of the board directors as well. So അതിലേക്കുള്ള ജേർണി എങ്ങനെയായിരുന്നു? ആൻഡ് ഇപ്പോ ഈ യങ് ജനറേഷൻ സ്റ്റാർട്ടപ്സ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുള്ള ജനറേഷൻസ് ആൻഡ് എന്റർപ്രനേഴ്സ് ആവാനുള്ള ജനറേഷൻ, അങ്ങനെയുള്ള കുട്ടികളോട് എന്താണ് പറയാൻ? സോ ഞാൻ കോളേജിൽ നിന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഒരുപാട് ഇങ്ങനെ എന്റെ ഇൻട്രസ്റ്റ് ഒക്കെ എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുള്ളത്. അപ്പം ഞാൻ സ്കൂളിലൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ എനിക്ക് ഈ ഗ്രാഫിക് ഡിസൈനോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ്. സോ ഐ പിക്ഡ് അപ്പ് ഫോട്ടോഷോപ്പ് ആൻഡ് ഓൾ വെൻ ഐ വാസ് ബാക്ക് ഇൻ ലൈക്ക് 8th and 9th പഠിക്കുമ്പോൾ ഞാൻ ഫോട്ടോഷോപ്പ് യൂസ് ചെയ്ത് തുടങ്ങി. എന്നിട്ട് ഒരുപാട് റാൻഡം പോസ്റ്റേഴ്സ് ഇതൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അതൊക്കെ ഫോട്ടോ ഒക്കെ എഡിറ്റ് ചെയ്ത്. അപ്പോ ഈ സ്കിൽ എനിക്ക് വാസ് ലൈക്ക് സൂപ്പർ യൂസ്ഫുൾ വെൻ ഐ മൂവ്ഡ് ഇൻ ടു കോളേജ്. ഇപ്പൊ കോളേജിൽ തന്നെ ഇങ്ങനെ ഈ ഫെസ്റ്റിവൽ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്സ്, ഡിസൈൻ വർക്ക്സ് ഒക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങി ഞാൻ. അപ്പം അത് വെച്ചിട്ട് എനിക്ക് ഒരുപാട് നെറ്റ്വർക്ക് വന്നു തുടങ്ങി, കുറെ സീനിയേഴ്സിനൊക്കെ അറിഞ്ഞ്. അപ്പം ആ ടൈമിൽ തന്നെ ഈ IITസിലൊക്കെ, ഇവിടെ IIT മദ്രാസിൽ അവര് ഒരു റിസർച്ച് സെൽ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അവർക്ക്. അവിടെ തന്നെ ഒരുപാട് സ്റ്റുഡൻറ് സ്റ്റാർട്ടപ്സിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോ ഈ ഡിസൈനിൽ ഇൻട്രസ്റ്റ് കമ്പൈൻഡ് വിത്ത് ലൈക്ക് ആ സ്കില്ല് ഞാൻ പിക്കപ്പ് ചെയ്തിട്ട്, അപ്പം ഈ സ്കില്ല് എനിക്ക് ആക്ച്വലി യൂസ്ഫുൾ ആയത് അവിടെ ഉണ്ടായിരുന്ന സ്റ്റാർട്ടപ്സിനെയൊക്കെ ഹെൽപ്പ് ചെയ്യാനായിരുന്നു. സോ ഫോർ എക്സാമ്പിൾ ഈ സ്റ്റാർട്ടപ്സിലൊക്കെ ഏർലി ഡിസൈൻ നീഡ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ UI ഡിസൈൻ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി അവർക്ക് ആൾക്കാരെ ഹയർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. സോ ജനറലി അവർ സ്റ്റുഡൻസിന് ഇന്റേൺസ് ഒക്കെ ആയിട്ടാണ് എടുക്കുക. സോ എനിക്ക് ഈ ഡിസൈനിൽ എക്സ്പെർട്ടൈസ് ഉള്ളത് കൊണ്ട്, ഇതിനു മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഈ സ്റ്റാർട്ടപ്സിനൊക്കെ ആയിട്ട് കൂടുതൽ വർക്ക് ചെയ്യാനും ലൈക്ക് കൂടുതലായിട്ട് ഇന്ററാക്ട് ചെയ്യാനൊക്കെ പറ്റും. സോ ഒരു എനിക്കൊന്ന് സെക്കൻഡ് ഇയർ ആയിട്ടാണ് ഞാൻ 1-2 സ്റ്റാർട്ടപ്സുമായിട്ട് അവിടെ വർക്ക് ചെയ്ത് തുടങ്ങി. അവർക്ക് ഇനീഷ്യൽ ഡിസൈൻസ് ഒക്കെ അവരുടെ ഒരു ആപ്പുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ആപ്പിന്റെ ഡിസൈൻ ഒക്കെ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ ആക്ച്വലി ഒരു സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റമായിട്ട് ഇങ്ങനെ ഇൻവോൾവ് ആവുന്നത്. സോ അത് നല്ലൊരു എന്താണ് ഭയങ്കര ഒരു എക്സൈറ്റിംഗ് ഫേസ് ആയിരുന്നു. കാരണം എന്താണ് ലൈക്ക് സോ അവരൊരു പ്രോബ്ലം എടുത്ത് അത് സോൾവ് ചെയ്യായിരുന്നു. സോ ഞാനിപ്പം വർക്ക് ചെയ്തിരുന്ന ഏർലി സ്റ്റാർട്ട് ആദ്യത്തത് ഒരു സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് എന്താ ചെയ്യായിരുന്നു. സോ എക്സൈറ്റിംഗ് ആയിട്ടുള്ള, എനിക്ക് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയതെന്ന് വെച്ചാൽ അവർ ആ ഒരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്ത് അവർക്ക് ആക്ച്വലി എൻറ്റയർ എൻഡ് സൊല്യൂഷൻ അവർക്ക് ആ ഒരു റൂമിൽ ഇരുന്ന് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. അതായത് ജസ്റ്റ് ബൈ റൈറ്റിംഗ് കോഡ്, ടോക്കിംഗ് ടു പീപ്പിൾ, ആ ഒരു പ്രോബ്ലം അവർക്ക് സോൾവ് ചെയ്യാം. സോ ദാറ്റ് വാസ് റിയലി എക്സൈറ്റിംഗ് ഫോർ മീ. സോ അപ്പം ലൈക്ക് ആ ഒരു ടൈം തൊട്ട് തന്നെ ഞാൻ ലൈക്ക് മറ്റുള്ള സ്റ്റാർട്ടപ്സുമായിട്ട്, അവിടെയുള്ള സ്റ്റാർട്ടപ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് തുടങ്ങി. അവരിൽ നല്ലൊരു എക്കോസിസ്റ്റം ഉണ്ടായിരുന്നു, സ്റ്റാർട്ടപ്പ് റിലേറ്റഡ് എക്കോസിസ്റ്റം. അവരുമായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്ത് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്ത്. സോ ഇൻ മൈ 4th ഇയർ ലൈക്ക് ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ഒരു സ്റ്റാർട്ടപ്പ് അവിടെ ഒരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഐഡിയ ഒക്കെ കൊണ്ടുവന്നു. സോ ഇറ്റ് വാസ്
For example, if this was back in 2014 or something. അപ്പോൾ ആ ടൈമിൽ ഈ ഫോട്ടോഗ്രാഫേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ ഐഡന്റിഫൈ ചെയ്യാൻ ഇപ്പൊ നിങ്ങൾക്കൊരു അസൈൻമെന്റ് ഉണ്ട്, വെഡിങ് ഉണ്ട്, അതിന് ഫോട്ടോഗ്രാഫേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ ഒരു വഴി ഉണ്ടായിരുന്നത്. നമ്മൾ യൂഷ്വലി ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കും ആരാണ് ഫോട്ടോ വെഡിങ്, ആരാണ് ഫോട്ടോ എടുത്തത്, അങ്ങനെയൊക്കെ ആയിരുന്നു ഐഡന്റിഫൈ ചെയ്യുക. സോ നമ്മൾ ഈ ഒരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തിട്ട് ഈ ഫോട്ടോഗ്രാഫേഴ്സിനെ ഡിസ്കവർ ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്ത് തുടങ്ങി. അപ്പം ആ ഒരു പ്രോസസ്സ്, എൻ്റെ പ്രോസസ്സ് ഞാൻ ഭയങ്കര തറോലി എൻജോയ് ചെയ്തു. So that was my first venture into building a product. ഈ പ്രോഡക്റ്റ് ബിൽഡിംഗ് into തന്നെ വേരിയസ് ഫേസസ് എല്ലാം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട്. അതായത് starting from identification, design, actually building the product. So in college കഴിഞ്ഞ ഉടനെ like either I wanted to do something on my. So ഈ ഒരു കാരണം ഇതിന്റെ ആക്ച്വൽ എക്സൈറ്റിംഗ് പാർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു സാധനം ബിൽഡ് ചെയ്ത് you're getting the feedback then and there. അതായത് like you are in touch with the customers, you are actually talking to the customers, you get the feedback and you know that like നമ്മൾ ആക്ച്വലി ചെയ്ത വർക്കിന്റെ output you are able to see that. Yeah, so ആ ഒരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഫസ്റ്റ് ഹാൻഡ് കാണാൻ പറ്റും കമ്പയർഡ് ടു എ ലോട്ട് ഓഫ് അതർ പ്രൊഫഷൻസ്. കാരണം നിങ്ങളൊരു ചെയ്ത വർക്കിന്റെ ഇമ്പാക്ട് എന്താണെന്നുള്ളത് ലൈക്ക് യു മൈറ്റ് നോട്ട് ബി ഏബിൾ ടു സീ. അപ്പം ഈ ഒരു ഇമ്പാക്ട് നമ്മൾ ചെയ്യുന്ന വർക്കിന്റെ ഇമ്പാക്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കാണുമ്പോൾ ദാറ്റ്സ് അമേസിംഗ് മോട്ടിവേഷൻ ടു ഗെറ്റ് ബെറ്റർ അറ്റ് വാട്ട് യു ഡൂയിങ്. സോ സോ എനിക്ക് കോളേജ് കഴിഞ്ഞ ഉടനെ ഐ വാണ്ടഡ് ടു സ്റ്റാർട്ട്. എനിക്ക് പ്രത്യേകിച്ച് ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ത് ചെയ്യണമെന്നുള്ളത്. സോ ഐ started working on some other idea that I had. So at that time, so എൻ്റെ ഫൈനൽ ഇയർ പ്രോജക്റ്റ് എന്താന്ന് വെച്ചാൽ ഒരു ന്യൂ മീഡിയ ബിൽഡ് ചെയ്യാന്നുള്ളത്. സോ ന്യൂ മീഡിയ മീൻസ് മീഡിയ വിച്ച് ഇസ് ലൈക്ക് എ മിക്സ് ഓഫ് ഫോട്ടോഗ്രാഫ് ആൻഡ് വീഡിയോഗ്രാഫ്. സോ ജനറലി നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും ഇവിടെയൊക്കെ. ഒരു സ്റ്റില്ലായിട്ടുള്ള ഒരു ഫോട്ടോ ഉണ്ടാവും, ആ ഫോട്ടോയിൽ എവിടെയെങ്കിലും ഒരു സട്ടിൽ ആയിട്ടുള്ള മോഷൻ ആയിട്ടുള്ള ഒരു സംഭവം. സോ ഇത് ഈ ഒരു മീഡിയ ജനറലി ആഡ്സിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഇത് എൻ്റെ ഒരു ഫൈനൽ ഇയർ പ്രോജക്റ്റ് ഒരു വീഡിയോ എങ്ങനെയാണ് ഈ ഒരു സിനിമാഗ്രാഫ് എന്നുള്ള മീഡിയയിലേക്ക് കൺവേർട്ട് ചെയ്യാന്നുള്ള പ്രോജക്റ്റ് ആയിരുന്നു. അപ്പം ഇതൊരു പ്രൊഡക്റ്റ് ഐഡിയ ആക്കിയിട്ട് എടുത്ത് അതിനായിട്ട് ഞാൻ കുറച്ച് വർക്ക് ചെയ്തു ഫൈനൽ ഇയർ. ബട്ട് അഗൈൻ എൻ്റെ കോഴ്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ദിസ് വാസ് ഇൻ എ ഗുഡ് ഷേപ്പ് ടു കൺവേർട്ട് ടു ഗെറ്റ് കൺവേർട്ടഡ് ഇൻടു എ സ്റ്റാർട്ടപ്പ്. അതായത് ഒരുപാട് മാർക്കറ്റ് സൈസ് ഒന്നും ഇല്ലാത്തൊരു പ്രോഡക്റ്റാണ്. സോ ഐ തോട്ട് ആ ടൈമിൽ തന്നെ എനിക്കൊരു ലിങ്ക്ഡിൻ ഒരു ഓഫർ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ലിങ്ക്ഡിനിൽ 2 വർഷം ഇന്റേൺഷിപ്പ് ചെയ്ത 2013-14. So generally എല്ലാ സ്റ്റുഡൻസ് ആർ expected to take up an internship. So internship credited ആണ്. So നമ്മൾ IIT ക്രെഡിറ്റ് സിസ്റ്റം ഉണ്ട്. So every student has to complete these many credits by the end of 5th year. അപ്പം ഈ ഇന്റേൺഷിപ്പും ക്രെഡിറ്റഡ് ആയിട്ടുള്ള ഇതാണ്. 3 month ഇന്റേൺഷിപ്പ് ചെയ്യണം എന്നുള്ളത് ഒരു റിക്വയർമെന്റ് ആണ്. സോ ഞാൻ എൻ്റെ 4th ഇയറും 3rd ഇയറിലും ലിങ്ക്ഡിനിൽ ഇന്റേൺഷിപ്പ് ചെയ്തു. എനിക്ക് അവരുടെ തന്നെ ഒരു ഓഫർ ഉണ്ടായിരുന്നു. സോ ഐ ടുക്ക് അപ്പ് ദ ജോബ്. ഞാൻ ഒരു വർഷം അവിടെ വർക്ക് ചെയ്തു. ബട്ട് മീൻ വൈൽ ലൈക്ക് ഞാൻ ഐ വാസ് ലൈക്ക് ഓൾവേസ് ടോക്കിംഗ് ടു അതർ പീപ്പിൾ. എൻ്റെ ഞാൻ പറഞ്ഞത് സ്റ്റാർട്ടപ്പ് നെറ്റ്വർക്കിൽ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. സോ അങ്ങനെ ഉള്ള ഒരു നെറ്റ്വർക്ക് എന്നുള്ള ഒരാള് എൻ്റെ ഒരു സീനിയർ ഈ മൈ സ്റ്റേ എന്നുള്ള ഐഡിയ പിച്ച് ചെയ്തു. സോ ദാറ്റ്സ് വെൻ ഐ സ്റ്റാർട്ടഡ് ലൈക്ക് ആക്ച്വലി വർക്കിംഗ് ഓൺ അണ്ടർസ്റ്റാൻഡിങ് ദ പ്രോബ്ലം. ആ ഒരു വർഷം ആകുമ്പോഴത്തേക്ക് നമുക്കൊരു ഒരു വർഷം ഞാൻ അവിടെ ലിങ്ക്ഡിനിൽ വർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് മൈ സ്റ്റേയുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ബിൽഡായി. ഈ ഒരു ഇനീഷ്യൽ ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പൊ ഞാൻ ആ ഒരു ഫേസ് എത്തുമ്പോഴത്തേക്ക് ഞാൻ ലിങ്ക്ഡിൻ ജോലി ക്വിറ്റ് ചെയ്തു മൈ സ്റ്റേ ഫുൾ ടൈം ആയിട്ട് ഫോക്കസ് ചെയ്തു. So this was back in 2016. Okay. So the schooling in Chinmaya Vidyalaya and then adna IIT as tech student and avidana LinkedIn, then MyStay. Appo you may have faced many ups and downs in life. ഒരുപാട് like in the studies ആയാലും ഇതേപോലെ projects that this ഒരുപാട് ഉണ്ടാവുമല്ലോ. അപ്പോ ഇപ്പോ ഇതിനു വേണ്ടി എങ്ങനെ ആസ്പിറന്റ് ആയിട്ട് നടക്കുന്ന കുട്ടികളുടെ അടുത്ത് ഇതുപോലെ അപ്സ് ആൻഡ് ഡൗൺസ് ഫേസ് ചെയ്യുന്നിടത്ത് എന്താ പറയാ? Treat every failure as some sort of learning. So ഒരു failure ഉണ്ടായിരുന്നുണ്ടെങ്കിൽ there's something for you to learn.
അപ്പം ആ ഒരു മെന്റാലിറ്റി വെച്ചിട്ട് എല്ലാ ഫെയിലിയറിനെ കണ്ടാൽ മതി. ലൈക്ക് ഞാൻ ജനറലി എടുക്കുന്ന ആറ്റിറ്റ്യൂഡ്. സോ എന്തെങ്കിലും ഫോർ എക്സാമ്പിൾ ഇവൻ ബാക്ക് വെൻ ഐ സ്റ്റാർട്ട്, ഞാനൊരു ആദ്യത്തെ ഒരു പ്രോഡക്റ്റ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, ഹയറിംഗ് ഫോട്ടോഗ്രാഫേഴ്സ്. സോ അത് വി വർക്ക്ഡ് ഓൺ ഇറ്റ് ഫോർ ലൈക്ക് 8 months, എന്നിട്ട് ഇറ്റ് വാസൻ സക്സസ്ഫുൾ. സോ പക്ഷെ ആ ഒരു ഫെയിലിയറിന് ലൈക്ക് ഐ കുഡ് ലേൺ അ ലോട്ട്. സോ അത് ആക്ച്വലി ഒരു ഫെയിലിയർ അല്ല, ദാറ്റ് വാസ് എ സക്സസ് ബിക്കോസ് ഇറ്റ് ടോട്ട് മീ എ ലോട്ട് ഓഫ് തിങ്സ്. Right. Yeah. So generally, don't try to think of failures as failures, but rather as learnings. Okay. So this is from my side queries, and just ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും queries ഉണ്ടെങ്കിൽ chat box ഇടാം. I'll share it. So feel free to ask questions. So by the time, can I ask something from my side? Yeah, sure. Go ahead. Yeah. So എങ്ങനെയാണ് ഈ വർക്ക് എങ്ങനെയാണ് ആഫ്റ്റർ ബിക്കമിങ് സോ ഇത് ബിടെക് കഴിഞ്ഞു കഴിഞ്ഞാല് അതിന്റെ വർക്ക് ഒക്കെ എങ്ങനെയാണ്? ഭയങ്കര ഹെക്ടിക് ആണോ? അല്ല ഈസ് ഇറ്റ് മാനേജബിൾ ഓർ സ്റ്റഡീസിൽ പോലെയാണോ വർക്ക്? Not at all. Like എനിക്ക് തോന്നുന്നത് again like ഇത് എൻ്റെ personal experience ആണോന്ന് അറിയുന്നു, but generally I found work to be a lot more chill compared to all the other people that I interact with. എൻ്റെ മറ്റുള്ള എഞ്ചിനീയറിംഗ് സ്ട്രീംസും ബാക്കി എഞ്ചിനീയറിംഗ് അല്ലാതെ ബാക്കിയുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് സ്കൂളിൽ ക്യാമ്പസിലുണ്ടായിരുന്നു. ബട്ട് അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഐ തിങ്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എനിക്ക് മീനോ ഹലോ കേൾക്കുന്നുണ്ടോ? ഹലോ. സോ യാ സോ ബാക്കിയുള്ള കോഴ്സസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ബാക്കിയുള്ള എഞ്ചിനീയറിംഗ് ഇപ്പോ വീഡിയോ is off. Can you hear me now? I can hear you, but video you okay. Now it's fine. Yeah. So ബാക്കിയുള്ള കോഴ്സസ് ബാക്കിയുള്ള എഞ്ചിനീയറിംഗ് സ്ട്രീംസ് ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ എൻ്റെ നെറ്റ്വർക്കിലുള്ള ആൾക്കാരൊക്കെ ഇറ്റ്സ് ലൈക്ക് ഐ ഫീൽ ദാറ്റ് എന്താണ് കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് വർക്ക് കരിയർ പാത്തിലുള്ള the actual job is a lot more peaceful than the others. കാരണം ഞാനിപ്പം മോസ്റ്റ്ലി കൺസൾട്ടിങ് ആണ്. ഞാൻ മൈസ്റ്ററിന്ന് കുറച്ചുകൂടെ ഒരു അഡ്വൈസറി റോളിലേക്ക് മൂവ് ചെയ്തിട്ട് ഇപ്പം ഐ ആം ഹെൽപ്പിംഗ് അതർ സ്റ്റാർട്ടപ്സ് വിത്ത് their technology stack and helping them with their technical architecture. അപ്പം എനിക്കിപ്പം ഐ ക്യാൻ സെറ്റ് മൈ ഓൺ ടൈം വർക്ക്. ആ ഒരു ഫ്രീഡം ഐ ഡോണ്ട് തിങ്ക് ലോട്ട് ഓഫ് അതർ ജോബ്സ് ഗെറ്റ്. അതായത് നിങ്ങൾക്കിപ്പം ഇവൻ ഒരു വലിയൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ you work in, there's this thing called sprints that you're working. There's this agile practice that is being followed across all the technology organizations, right? So you'll have few tasks that you want to take up over the week, and it's up to you when you're working on it. So the point is like you get the task done rather than you have to work these many hours. So I think that's a realization that generally everyone in all these technology organizations have. The point is to be productive, not to you don't have to really count the hours that you are working. You just have to check, are you being productive or not? Okay. So namakku question vanthundu, which is the best professional course for cyber security? This is asked by Vishnu Raj.
Maybe I can check with someone and get back. Sorry. Yes, sir. I Can didn't you hear hear. me? Yeah, I mean, I'm not really sure of what would be what other courses for cybersecurity. Maybe I can check with someone and get back. I think there's someone in my network who's doing cybersecurity stuff. So that's we don't have other questions. So I'll ask from my side again. So ഇത് സർ ഇതേപോലെ ബയോളജി പഠിച്ചിട്ട് കോഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം ഡിഡ് യു ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട്? Yes, it was super difficult. ജനറലി എല്ലാരും പറയും ഇറ്റ്സ് ലൈക്ക് സംതിങ് അതൊരു എന്താ പറയാ ക്ലിക്ക് ആവാനുണ്ട്, അത് ആയി കഴിഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ, അതർവൈസ് ഇറ്റ്സ്. Yeah, so it was very difficult, to be honest. Like, ആദ്യമൊക്കെ ഓരോ കൺസെപ്റ്റ്സ് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. ആക്ച്വലി ഞാൻ പഠിച്ച് എനിക്ക് എന്താണ് പ്രോഗ്രാമിംഗ് എന്താണെന്ന് ലൈക്ക് ആ ഒരു കൺസെപ്റ്റ് ലെവൽ അണ്ടർസ്റ്റാൻഡിങ് വന്നത് ഇറ്റ് വാസ് ഇൻ മൈ തേർഡ് ഇയർ സംതിങ്. ഞാൻ ആക്ച്വലി പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങി. സോ ഓരോ പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്തിട്ട് ഞാൻ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ കോഡ് ചെയ്യാൻ തുടങ്ങി. ചെറിയ ചെറിയ യൂട്ടിലിറ്റി ടാസ്ക് ഒക്കെ, അതായത് ഞാനിപ്പം കമ്പ്യൂട്ടർ തന്നെ റിപ്പീറ്റേറ്റീവ് ആയിട്ട് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഓട്ടോമേറ്റ് ചെയ്യാനുള്ള സ്ക്രിപ്റ്റ്സ് ഒക്കെ എഴുതി തുടങ്ങി. അപ്പോഴാണ് ആക്ച്വലി ഞാൻ എന്താണ് ഒരു പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ്സ് ഒക്കെ ശരിക്കും റിയലൈസ് ചെയ്ത് മനസ്സിലാക്കിയിരുന്നു. അത്രയും കാലം ഈ അക്കാഡമിക്കലി ഇത് പഠിക്കുമ്പോൾ ഐ ഡിഡ്ന്റ് ഹാവ് ദാറ്റ് സോർട്ട് ഓഫ് ആൻ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് വാട്ട് ഡിഫറെന്റ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ് മീൻ. ബട്ട് ഈ ഒരു ഹാൻഡ്സ് ഓൺ പ്രാക്ടിക്കൽ എൻ്റെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് വന്നത്. Okay, sir. So that would be one good way. So if you are trying to get into programming, try building small tools which that you will be using. Like ചില കാര്യങ്ങൾ ഉണ്ടാവില്ല, ലൈക്ക് എന്തെങ്കിലും that you can automate. സിമ്പിൾ എക്സാമ്പിൾ പറയുന്നതാണെങ്കിൽ പണ്ടൊക്കെ ഞാൻ ഓട്ടോമേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഈ മൂവീസ് കാണുമ്പോൾ സബ് ടൈറ്റിൽ വേണമായിരുന്നു ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കണം. പക്ഷേ ഈ സബ് ടൈറ്റിൽ ഡൗൺലോഡ് ചെയ്ത് കണ്ടുപിടിച്ചെടുക്കാൻ നല്ല ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബട്ട് ഒരു 4-5 വെബ്സൈറ്റിൽ ഇങ്ങനെ തപ്പണം, തപ്പി പേര് മാച്ച് ആയി ഇതാക്കണം. സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ഞാൻ എഴുതി. സോ ഇറ്റ്സ് സിമ്പിൾ, ബട്ട് അത് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങി. അപ്പം യൂസ് ചെയ്യുമ്പം ചെറിയ ചെറിയ ഫീച്ചേഴ്സ് ഇടയ്ക്കിടയ്ക്ക് ആഡ് ചെയ്യും. അപ്പം so that was one way of like getting into understanding the all the nitty-gritties of programming. Okay, sir. So what would you take? What would be your advice to students that are planning to take entrepreneurship seriously? Entrepreneur ആവണം എന്ന് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് നടക്കുന്ന ഒരു അത് വിഷയായിട്ട് നടക്കുന്ന കുട്ടികളോട് എന്താ പറയാ? Like, what is the thing that they should always keep in mind? So one thing that എനിക്ക് ഒരു entrepreneurship ഇതിങ്ങനെ ലിങ്ക്ഡിനിലെ ജോലി വിട്ടിട്ട് like take up on this role full time. So that meant like എനിക്കൊരു ഫസ്റ്റ് ഒരു 2 വർഷത്തേക്കൊന്നും സാലറി എന്ന് പറഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല. Like I was getting paid really well in LinkedIn. അത് കഴിഞ്ഞ് ഇതിലേക്ക് വന്നപ്പോൾ like there's no salary, there's nothing to go back to. The only thing motivation that I had was like if this didn't work out, I can go back. എനിക്ക് എപ്പോഴും എന്തായാലും ഒരു ജോലി കിട്ടുന്നുള്ളൊരു കോൺഫിഡൻസ് ആണ് ഉണ്ടായിരുന്നു. കാരണം like I know that like programming related like software engineering related opportunities and are in demand, so you will get that. So I think that's sort of a ഏതെങ്കിലും ഒരു സ്കില്ലിൽ expertise is good before you are getting into entrepreneurship. So it doesn't necessarily have to be software engineering. Like ഏതെങ്കിലും ഒരു niche ആയിട്ടുള്ള ഒരു vertical if you have good expertise, I think അത് നിങ്ങളുടെ ഇത് entire entrepreneurship journey help ചെയ്യും. Along with that you have something to fall back to. So that's being practical. So but എൻ്റെ ഒരു ഇതിലിപ്പം മോസ്റ്റ്ലി ഡിജിറ്റൽ ടെക്നോളജി സ്റ്റാർട്ടപ്സ് ഒക്കെ ഫോക്കസ് ചെയ്യാനാണ് പ്ലാൻ എങ്കിൽ
and you are at like an early stage, I think you should always pick up software engineering. You don't need anyone else. You can do things on your own if you can code. You can build the entire solution on your own. Along with that, like early stage, like you have to, if you're looking into building a technology product, you have to have some developer in the team. And yeah, so I would suggest, pick up software engineering. I'm biased towards that maybe, but you should have some sort of an expertise so that you can fall back. Okay, so we all are human beings. നമ്മൾ എല്ലാവരും mistakes ചെയ്യുന്നവരാണ്. We are not machines, that we are not programmed everything. So നമ്മൾ എല്ലാവരും mistakes ചെയ്യുന്നവരാണ്. So സാറിന്റെ കരിയർ ലൈഫിൽ സാർ ചെയ്ത mistakes and you realized it after some time. അത് ചെയ്ത് അപ്പോ അങ്ങനത്തെ മിസ്റ്റേക്സ് വീണ്ടും വരാതിരിക്കാൻ വേണ്ടി you made have take precautions, you had made kept that in mind. So അങ്ങനെ എന്തേലും ഉണ്ടോ ഇപ്പോഴത്തെ ആസ്പിറൻസിന് പറഞ്ഞു കൊടുക്കാൻ? The mistakes that commonly made. It's hard to give examples. I don't know. I would say even like ഒരു മിസ്റ്റേക്ക് ഞാൻ ചെയ്തിരുന്നത് ലൈക്ക് എനിക്ക് കമ്പ്യൂട്ടർ സയൻസിലേക്ക് പോകുമ്പോൾ പ്രോഗ്രാമിംഗ് എന്താണെന്ന് അറിയാതെ എടുത്ത് ചാടി എന്നുള്ളതായിരുന്നു. സോ ഡോണ്ട് ഡു ദാറ്റ്. പിന്നെ ഉണ്ടായിരുന്നത് ഈവൻ ലൈക്ക് സോ ദ അതർ തിങ് ഈസ് ഈവൻ ഫസ്റ്റ് ഇയർ ആയിട്ടും ഞാൻ ഐ ഡിഡ്ന്റ് ആക്ച്വലി ഗെറ്റ് ഇൻടു കോഡിംഗ്. സോ ഞാൻ പറഞ്ഞില്ല, ഞാൻ ആക്ച്വലി പഠിച്ചു തുടങ്ങിയത് ഒരു തേർഡ് ഇയർ ഒക്കെ ആയിരുന്നു. ആക്ച്വലി കോഡ് എഴുതി എന്താണെന്ന് മനസ്സിലാക്കിയത്. സോ ട്രൈ ടു ഈവൻ ലൈക്ക് you don't have a background in programming, try to like pick it up as early as you start your engineering. The other thing is I mean, get into building your network as early as you can. So I think that was something that was helpful for me. I should have done that much earlier on. So if I'm കോളേജിലൊക്കെ ആണെങ്കിലും ആ ഒരു മാക്സിമം നിങ്ങളുടെ ഇൻട്രസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ദാറ്റ്സ് വെരി ക്രൂഷ്യൽ ആൻഡ് വിൽ ബി ഹെൽപ്ഫുൾ ത്രൂ ഔട്ട് യുവർ കരിയർ. സോ നിങ്ങളുടെ ഒരു ഇപ്പോൾ കരിയർ പാത്തൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ the college that you're studying or the college or the university that you study, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇനീഷ്യൽ എഞ്ചിനീയറിംഗ് സ്കോർ എത്രയാണെന്നുള്ളതൊക്കെ മേ ബി ഫസ്റ്റ് നിങ്ങൾ ജോയിൻ ചെയ്യുന്ന കമ്പനിയിൽ മാത്രമേ വാലിഡ് ആവും. No one cares after that. ഒരു 5 വർഷം വർക്ക് ചെയ്തിട്ട് ജോബ് സ്വിച്ച് ചെയ്യുമ്പോൾ no one will ask you like നിങ്ങൾക്ക് എത്രയായിരുന്നു എഞ്ചിനീയറിംഗിന് മാർക്ക്. So even try to build a network much earlier so that you get these openings in life. Even എല്ലാ even ജോലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ try to get that network in place, because നിങ്ങൾക്ക് നെക്സ്റ്റ് നിങ്ങൾ ഫസ്റ്റ് ഇനീഷ്യൽ ജോലി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ജോലി opening would be the best opportunities would be the one that comes through the network. So yeah, building a network is pretty crucial. Yeah, I don't know. Where am I better or more? Okay, sir. So Ms. Ria have asked that can you say about the life at IIT or IIT and the exams conducted by IITs? And JEE ആണോ ഉദ്ദേശിച്ചത്? എനിക്കൊന്ന് like I'm not aware of what is the current exam format for JEE, but I think fundamentals hasn't changed. So JEE crack ചെയ്യാൻ 8 വർഷം വേണ്ടി എന്നുള്ളത് ആ ഒരു എല്ലാ സബ്ജക്റ്റിന്റെ ഒരു ഒരു sort of a understanding of the fundamentals. അതായത് എല്ലാ
ഒരു കോൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കോർ ആയിട്ടുള്ള എന്താണ് ഒരു കോൺസെപ്റ്റ്സ് സിമ്പിൾ എക്സാമ്പിൾ പറയുന്ന വെച്ചാൽ ഒരു കോൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ക്യാൻ യു എക്സ്പ്ലെയിൻ ദാറ്റ് ടു എ 5-year-old? I think ആ ഒരു sort of an understanding you should have for every concept. So Okay, yeah, so it's about the HSCE. okay, the exams within IIT, right? So yeah, so the biggest trouble, the biggest pressure for the exams within IIT is that these are like relative graded. So so you are compared with your peers. So upon like other like it adds to a lot of pressure. So you know, maybe 100 90 കിട്ടി കഴിഞ്ഞാലും your grade might be way too low because എല്ലാവർക്കും 90+ mark ഉണ്ടാവും. So you have all this competitive mentality only. So എപ്പോഴും മറ്റുള്ളവരെ കാട്ടിയും എങ്ങനെ മുമ്പിലെത്താം ആ ഒരു pressure is there. But even within IIT, I think the exams are more on a conceptual level. The questions are a lot more conceptual level questions. അതായത് ഈ നമ്മൾ ടെക്സ്റ്റിലൊക്കെ ഉണ്ടാവുന്ന ഡയറക്റ്റ് questions ഒന്നും ഒരിക്കലും ഉണ്ടാവില്ല. Like it will be completely unrelated things that you have to build. ഇപ്പം ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഈ ടെക്സ്റ്റ് ബുക്സിലൊക്കെ പഠിപ്പിക്കുക അതിന്റെ ചില concepts എന്തൊക്കെയാണെന്നായിരിക്കും, but you have to take up multiple concepts together to find a solution to the question that's asked in the exam. Okay. Yeah, that's the questions. I think there are questions on the And did you find the practical things to study easy or the theoretical things? Theory or the practical? Which did you find easy to study? I found practicals to be easy. Yeah, I mean, so because most of the times practicals we were somehow related to some projects, and that was a little more exciting to do that theoretical stuff. Maybe was that. Yeah, generally I found practicals to be a lot more, you know, something that I would want to take up as well. So where like you can take electives. So these are like, so like core electives. Electives are like, you know, courses that you can pick up from a bunch of courses. So fixed core courses that is something that you have to do in your 5 years. പിന്നെ നിങ്ങൾക്ക് ഒരു പൂളിൽ നിന്ന് you can select like multiple courses. Like അതിലേതെങ്കിലും ഒരു 3 ഒരു 10 3 എടുത്താൽ മതി. So we have that freedom to pick up, you know, courses which are more oriented towards practical stuff than theoretical stuff. Okay, so I think that's the questions. So I think we can wind up here. So I thank the association for conducting this program, and I thank you, sir, for giving such good explanations about these things. ഒരുപാട് ഐഡിയ ഞാനൊക്കെ ഒരു ഐഡിയ ഇല്ലാതെ എടുത്തതാണ് ഈ പ്രോഗ്രാമിംഗ് ഒക്കെ. So I got some ideas about that. And thank you, sir. And I thank everyone who was present here. So until the next session, this is Veda signing out. Thank you. Thank you. Yeah, also if you guys have any questions or anything which you want to discuss about, you know, picking up software engineering as a career, you can like always reach out to me. So Yes, sir, you sure can put the contact number in the chat box if you can, or any other way to contact you. Yeah, I'm not sure. I don't think putting chat number would be good enough. I can drop my email ID. Yeah. So yeah, feel free to reach out if you need any help in, like, you know, if you are planning to, you know, pursue something on software engineering, or you want to pick up some programming development. Yeah.
Okay. Thanks a lot guys, thanks a lot for like inviting me and Thank you, sir. hearing me blabber for like an hour. Thank you. See you, sir.